ഇപ്പൊ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇതൊക്കെ ഈ മട്ടിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളായി നമ്മൾ എവിടെയും കാണുന്നില്ല. അഭിലാഷേ, ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പം ഈ പറഞ്ഞ സർവേയിൽ ജനങ്ങൾ അതിൽ പ്രബുദ്ധരായിട്ട് അതിനകത്തൊരു തീരുമാനം പറഞ്ഞത്. അതല്ലാതെ സാധാരണ ജനങ്ങൾ അറിയുന്നത് അങ്ങനെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവർ ബോധവാന്മാരാകുന്നത്. അവർ ബോധവാന്മാരായത് പ്രതിപക്ഷം ഇത് ഉന്നയിച്ചത് കൊണ്ടാണ് എന്ന് ഈ സർവേയിൽ തന്നെ വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ KPS ഹരിദാസ് പറഞ്ഞൊരു പ്രയോഗം, മനസ്സ് വളർന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഞങ്ങളുടെ മനസ്സ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ മീൻ കടിച്ചോ മാംസം കുക്ക് ചെയ്തോ എന്ന് അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല. അതിന് മനസ്സ് മലിനമാവുക എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഈ നാക്കിന് എല്ലില്ലാത്തതും അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അറിയാത്തവരും എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് അങ്ങേക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ സംഭവം, അതിനപ്പുറമൊന്നുമില്ല. ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയാണെന്ന് നിങ്ങൾ തലയുടെ മേളിൽ പപ്പുണ്ടോ എന്ന് തപ്പി നോക്കി. അത് തന്നെയാണ് സർ, നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ ശ്രീ KVS ഹരിദാസ്, കഴിഞ്ഞ ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചത് മുഴുവൻ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്, അഗ്നിവീറിനെ കുറിച്ചാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ചാണ്, അഴിമതിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെഗ്മെൻറ്റിൽ ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതിൽ ഞാൻ പറഞ്ഞ വാദങ്ങൾ ഒരെണ്ണം ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരൊറ്റ എണ്ണം ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇതാണ് പറയുന്നത്. നിങ്ങളുടെ നറേറ്റീവ് പൊളിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നറേറ്റീവ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ അങ്ങ് തൊട്ട് പറഞ്ഞു പോയത് അഴിമതിയെക്കുറിച്ചാണ്. അതിനിടയ്ക്ക് അങ്ങ് 2G എന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്തായിരുന്നു KVS ഹരിദാസ് 2G ട്രയൽ കോർട്ടിൻ്റെ വെർഡിക്റ്റ്? OP സൈനി പ്രഖ്യാപിച്ച വെർഡിക്റ്റ് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഒരു വാക്ക് ഞാൻ പറയാം. എന്തായിരുന്നറിയോ? ഞാൻ ദിവസവും 7 വർഷം ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെ എൻ്റെ കോടതി വരാന്ത അവധി ദിവസങ്ങൾ ഉൾപ്പെടെ തുറന്നിട്ട് ഞാൻ കാത്തിരുന്നു ഈ കേസിൽ ഒരൊറ്റ തെളിവ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ വെർഡിക്റ്റ്, OP സൈനിയുടെ വെർഡിക്റ്റ് എന്താ അറിയോ? 2G കേസ് അവസാനിപ്പിച്ച വെർഡിക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നാണമുണ്ടോ? നിങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ പോയ നിങ്ങൾ വായുവിൽ പൊക്കിവിട്ട ആരോപണം ഇനിയും വന്നിരുന്നത് 10 വർഷത്തിന് ശേഷം പറയാൻ നാണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകം കണ്ട ഏറ്റവും വലിയ കഴിവുകെട്ടവൻ ആണെന്ന് നിങ്ങൾ ഈ ചർച്ചയിൽ സമ്മതിക്കണം. നിങ്ങൾ പറഞ്ഞ ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ കോടതിയുടെ മുന്നിൽ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിവുകെട്ടവനാണെന്ന് വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണം ആവശ്യമുണ്ടോ? എന്തായിരുന്നു കോൾ സ്കാം? നിങ്ങളുടെ CBI കോൾ സ്കാമിന് കോടതിയിൽ പോയി പറഞ്ഞത് ഒരു തെളിവുമില്ല, ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് ഇല്ലേ? അപ്പോൾ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ കോൺഗ്രസിനെതിരെ പറഞ്ഞല്ല, മറിച്ച് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കണക്കില്ലാതെ കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുൻപും പിൻപും മേടിച്ച കമ്മീഷനുകൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും CBI-യെയും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗുണ്ടാപ്പിരിവ് അതെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. രാജാവ് നഗ്നനാണ്. ഈ ജനങ്ങളുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞ് വിവസ്ത്രനായി നിൽക്കുകയാണ് നരേന്ദ്രമോദി. അവിടെയും തീർന്നില്ല. 12,700 കോടി രൂപ നിങ്ങൾ PM കെയർസ് ഫണ്ടിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഒരസുഖം വന്ന് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്ന് വിറങ്ങലിച്ച് നിന്ന സമയത്ത് ആ മനുഷ്യൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതികൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ജനങ്ങളുടെ വിധി നിങ്ങൾക്കെതിരായി മാറാൻ പോകുന്നത്. അഭിലാഷേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. 5 വർഷം കൊണ്ട് ഒരു ഭരണ പാർട്ടിക്ക് ഈ രാജ്യത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ജനങ്ങൾ അവർക്ക് 2 ടേം കൊടുക്കും. 2004 UPA വന്നു. 2009 ആയപ്പോൾ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി UPA ഗവൺമെൻറ് വന്നു. എന്തായിരുന്നു? അവർക്കൊന്നുകൂടി ടേം കൊടുക്കണം. അവർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അർത്ഥപൂർണമായ അവസാനത്തിലേക്ക് എത്തട്ടെ എന്നൊരു ടേം കൊടുത്തു. ആ 2 ടേം നരേന്ദ്രമോദിക്ക് ഈ കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇയാൾ പരാജയപ്പെട്ടു. ഇങ്ങർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ പോക്കറ്റടിക്കുന്ന ഒരു പോക്കറ്റടിക്കാരനായി മാറി എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ പതനം തുടങ്ങിയിരിക്കുന്നത്. ഈ പതനം ഒരു സംശയവും വേണ്ട. 400 എന്നൊക്കെ നിങ്ങളുടെ ഒരു വെപ്രാളത്തിൽ നിന്ന് പറയുന്നതാ. നിങ്ങൾക്ക് തന്നെ അറിയാം ഇനി 400-ലേക്ക് എത്താൻ ഒന്നും ബാക്കിയില്ല. കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടത്. അവിടെ നിന്ന് കോൺഗ്രസ് മുന്നേക്ക് വരും
ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പരാജയ ഭീതിയാണ് നിങ്ങളുടെ നേതാവിനെ കൊണ്ട് ഉറക്കത്തിലും 400 എന്ന് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വെപ്രാളം വ്യക്തമാണ്. ശരി.